നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കനത്ത മഴയിൽ മണലൂർ സൗത്ത് മണലൂർ പാടശേഖരത്തിലെ പെരുമ്പുഴ തെക്ക് വശത്തുള്ള 10 ഏക്കറോളം കൃഷി നശിച്ചു. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉപയോഗിച്ച് വിദ്യാലയത്തിൽ അക്വാപോണിക് സിസ്റ്റത്തിന് രൂപം നൽകി വിദ്യാർത്ഥികൾ. കാട് പിടിച്ചു കിടക്കുന്ന പെരിങ്ങോട്ടുകര പോലീസ് ഔട്ട്പോസ്റ്റിലെ ഭൂമി കൃഷിക്കൊരുക്കി തൊഴിലുറപ്പ് തൊഴിലാളികൾ. വിശദമായ വാർത്തകളിലേക്ക്. മണലൂർ സൗത്ത് മണലൂർ പാടശേഖരത്തിലെ പെരുമ്പുഴ തെക്ക് വശത്തുള്ള പുഞ്ച ഭാഗത്ത് 10 ഏക്കറോളം പാടത്ത് വെള്ളമുയർന്ന വലിയ കൃഷിനാശം. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയിലാണ് നിരവധി കർഷകരുടെ നെൽകൃഷി വെള്ളത്തിലായത്. ആനക്കാട് തുടങ്ങിയ കരപ്രദേശങ്ങളിൽ നിന്നുള്ള വെള്ളം ഒഴുകിയെത്തിയാണ് കൃഷിനാശമുണ്ടായിരിക്കുന്നത്. വെള്ളം ഒഴുകി പോകാനുള്ള സംവിധാനമില്ലാത്തതാണ് നിരന്തരമായി ഉണ്ടാകുന്ന വെള്ളക്കെട്ടിന് കാരണമെന്ന് കർഷകർ പറഞ്ഞു. 2-3 പ്രാവശ്യമായി ഞങ്ങൾ വിത്ത് നനച്ചിട്ടും അവിടെ നിന്ന് വരുന്ന ഈ വെള്ളം കാരണം കൊണ്ട് വിത്തുകളൊക്കെ നശിച്ചു പോയി. ഇവിടത്തെ ഈ വെള്ളം അടിയന്തരമായിട്ട് നീക്കിയില്ലെങ്കിൽ ഈ ഭാഗത്ത് കൃഷി പണിതിട്ടുള്ള എല്ലാ കർഷകരുടെ കാര്യവും കഷ്ടത്തിലാണ്. കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത് ഞങ്ങൾ ഇത്രയും കാശ് ചെലവാക്കി നട്ട കൃഷിയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പല പ്രാവശ്യമായി പറയണത്. മെമ്പറോട് പറയണ്ടായി, പഞ്ചായത്ത് പ്രസിഡന്റിനോട് ഒക്കെ പറഞ്ഞു. എന്നിട്ടും ആരും ചെവി കേൾക്കണില്ല എന്ന് പറഞ്ഞാൽ ഇതിന് ഒരു കാര്യം ചെയ്തു തരുന്നില്ല. ബ്ലോക്ക് അടിസ്ഥാനത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആരും ഒന്നുമില്ല. കൃഷിഭവനിലൊന്നും ആരും വന്നു നോക്കണ പോലും ഇല്ല. ഇത് വടക്കുന്ന് വരുന്ന വെള്ളം എപ്പോഴും തടഞ്ഞു നിർത്തിയാലേ ഇവിടെ നിന്ന് അങ്ങോട്ട് വെള്ളം പോവുള്ളൂ. അതിന് വേണ്ട സംവിധാനം ചെയ്തു തരാനും പാലത്തിൻ്റെ അടിയിൽ ഒരു ഷട്ടർ പോലെ തുറക്കാനും അടയ്ക്കാവുന്നതും ചെയ്യുന്ന ഒരു സംവിധാനം ചെയ്തു തരണം. ഇനി ഇവിടെ പണിയാൻ ഇനി പറ്റണമെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ഒരു മോട്ടർ കിട്ടണം. അല്ലാണ്ട് ഇനി ഞങ്ങൾ കൃഷി പണിയില്ല. എല്ലാ പ്രാവശ്യവും ഇങ്ങനെയായാൽ ഇനി ശരിയാകും. ഇതുമൂലം പതിവായി ഇവിടെ കൃഷിനാശമുണ്ടാകാറുണ്ട്. ഹൈ ലെവൽ കനാൽ വന്നതിന് ശേഷമാണ് പ്രശ്നം രൂക്ഷമായതെന്നും കർഷകർ പറയുന്നു. വെള്ളം നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങൾ അധികൃതർ ഒരുക്കിത്തരാത്തതാണ് പതിവായി ഉണ്ടാകുന്ന കൃഷിനാശത്തിന് ഇടയാക്കുന്നതെന്നും കർഷകർ ആരോപിച്ചു. ഇതെന്ന് വെച്ചാൽ ഈ ഹൈ ലെവൽ കനാൽ വന്നതിന് ശേഷമാണ് ഈ പ്രോബ്ലം വന്നത്. അതിന് മുമ്പ് ഒരു പ്രശ്നമില്ല. എല്ലാ കൊല്ലം ഞങ്ങൾ സുന്ദരമായിട്ട് കൃഷി ചെയ്യുന്നത്. ഇത് വന്നു അവിടെ ഇത് എന്തോ ഒരു കൽവർട്ട് കെട്ടിയിട്ടുണ്ട്. ഒന്നും വെച്ച് തന്നിട്ടുമില്ല. മോട്ടർ ഒന്നും തന്നിട്ടുമില്ല. കഴിഞ്ഞ കൊല്ലം തന്നെ കൃഷി ഒന്നും കിട്ടിയില്ല. ഇക്കൊല്ലം നട്ടിട്ട് ഇപ്പോൾ 1.5 മാസമായി നട്ടിട്ട്. അത് മുഴുവൻ വെള്ളത്തിൽ നിൽക്കണം. ഒരാളെ ഹൈറ്റ് വെള്ളത്തിലാണ് നിൽക്കുന്നത്. ഇതിന് മുമ്പ് വിതച്ചു, അതും പോയി. ഞാറിട്ടു, അതും പോയി. അവിടെ നിന്നൊക്കെ കടം വാങ്ങിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് എന്ത് ചെയ്യാൻ നിവൃത്തിയൊന്നുമില്ല. വടക്കുന്ന് വരുന്ന വെള്ളം തടഞ്ഞില്ലെങ്കിൽ ഇത് ഈ വെള്ളം 2 ദിവസത്തിനുള്ളിൽ വറ്റിച്ച് തന്നില്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല. കൃഷി ഉദ്യോഗസ്ഥരോടും പഞ്ചായത്ത് അധികൃതരോടും നിരന്തരം പരാതി പറഞ്ഞിട്ടും യാതൊരു നടപടിയും എടുക്കുന്നില്ലെന്നും കർഷകർ പറഞ്ഞു. ഈ സ്ഥിതി തുടർന്നാൽ നെൽപ്പാടം കൃഷി ഉപേക്ഷിച്ച് നെൽപ്പാടം തരിച്ചിടാനാണ് കർഷകരുടെ തീരുമാനം. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉപയോഗിച്ച് വിദ്യാലയത്തിൽ അക്വാപോണിക് സിസ്റ്റത്തിന് രൂപം നൽകി വിദ്യാർത്ഥികൾ. മതിലകം കൂളിമുട്ടം AMUP സ്കൂളിലെ വിദ്യാർത്ഥികൾ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും സഹായത്തോടെ ഇക്കോ ബ്രിക്ക് നിർമ്മിച്ച് അജൈവ മാലിന്യ സംസ്കരണത്തിന് വേറിട്ട മാതൃകയാവുകയാണ്. ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് കുപ്പികളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിറച്ചാണ് ഇക്കോ ബ്രിക്ക് നിർമ്മിക്കുന്നത്. ഏകദേശം 350 ഗ്രാമിന് മുകളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഓരോ ഇക്കോ ബ്രിക്കിലും ശേഖരിക്കുന്നു. ഏകദേശം 2000 ഇക്കോ ബ്രിക്കുകൾ നിർമ്മിക്കാനായി 700 കിലോയിലധികം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ വീടുകളിൽ നിന്നും സമീപത്തുള്ള MCMൽ നിന്നുമാണ് പ്ലാസ്റ്റിക് ശേഖരിച്ചത്. കുട്ടികളുണ്ടാക്കിയ ഇക്കോ ബ്രിക്ക് ഉപയോഗിച്ച് 1000 ലിറ്റർ വെള്ളം സംഭരിക്കാവുന്ന മീൻ വളർത്തൽ കുളവും ചെടിച്ചട്ടി വയ്ക്കുന്നതിനുള്ള സ്റ്റാൻഡുകളും സ്കൂളിൽ നിർമ്മിച്ചിട്ടുണ്ട്. കുളത്തിൽ 500ഓളം മീനുകളെ വളർത്തുന്നുമുണ്ട്. അക്വാപോണിക്സ് സസ്യപരിചരണവും ഇതോടൊപ്പം നടക്കുന്നു. അജൈവ മാലിന്യ പരിപാലനത്തിന്റെ പ്രാധാന്യം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിനും പ്ലാസ്റ്റിക്കിന്റെ പുനരുപയോഗ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിനുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് അധ്യാപകർ പറഞ്ഞു. ഉദ്ദേശമെന്ന് വെച്ചാൽ നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്നതാണ്. അജൈവ മാലിന്യങ്ങൾ നീക്കം ചെയ്യുക, നമ്മുടെ പരിസരത്തു നിന്നും അജൈവ മാലിന്യങ്ങളെ നീക്കം ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇത്
ആരംഭിച്ചത്. നമ്മുടെ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളുടെ വീട്ടിലുണ്ടാകുന്ന എല്ലാ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും വിദ്യാലയത്തിലോട്ട് ശേഖരിച്ച് 1 ലിറ്ററിൻ്റെ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ശേഖരിച്ച് നിറയ്ക്കുക. ഒരു പ്രത്യേക രീതിയിലാണ് അത് നിറച്ചത്. എങ്ങനെ എക്കോ ബ്രിക്സുകൾ ഉണ്ടാക്കി, ആ എക്കോ ബ്രിക്സുകൾ ഉപയോഗിച്ചുകൊണ്ട് എക്കോപോണിക് സിസ്റ്റമാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ കേരളത്തിൽ തന്നെ ആദ്യമായിട്ടുണ്ടായിട്ടുള്ളൊരു പ്രവർത്തനമാണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വളരെ സങ്കീർണമായിട്ടുള്ളൊരു പ്രശ്നത്തിന് വളരെ ലളിതമായിട്ടുള്ളൊരു പരിഹാരം എന്ന നിലയ്ക്കാണ് നമ്മൾ ഈ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നുണ്ടാകുന്ന മത്സ്യങ്ങൾ നമ്മൾ ഉച്ചഭക്ഷണത്തിന് ഉപയോഗിക്കാനും നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. സ്കൂൾ മാനേജർ PM അബ്ദുൾ മജീദിന്റെ ഭാവനയിൽ വിരിഞ്ഞ ആശയം കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും ഏറ്റെടുത്തതോടെ പദ്ധതി വൻ വിജയമായി. രാവിലെ നടന്ന ചടങ്ങിൽ ET ടൈസൺ MLA പദ്ധതി ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് CA മുഹമ്മദ് അഷ്റഫ് അധ്യക്ഷനായി. മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ മുഖ്യാതിഥിയായി. പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമതി സുന്ദരൻ, വാർഡ് മെമ്പർ KK സഗീർ, പ്രധാനാധ്യാപിക KP അജിത, സ്കൂൾ ലീഡർ മുഹമ്മദ് റഫാൻ, അധ്യാപകൻ VS സൂരജ് തുടങ്ങിയവർ സംസാരിച്ചു. അളവ് കൂട്ടുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ അതിന്റെ കാർബണും അതുപോലെ ബന്ധപ്പെട്ട മൂലകങ്ങളുടെയും അളവ് തുല്യമാക്കാൻ കഴിയുന്ന തരത്തിലേക്ക് രോഗം എങ്ങനെ സൃഷ്ടിക്കാൻ കഴിയുന്ന, അതിലൊരു പക്ഷേ വ്യവസായ നഗരങ്ങളായിട്ടുള്ള രാജ്യങ്ങളിൽ ഒക്കെ തള്ളുന്ന പുകയൊക്കെ നമുക്കുണ്ടാവും. പക്ഷെ നമ്മുടെ രാജ്യം, നമ്മുടെ സംസ്ഥാനം ഇക്കാര്യത്തിൽ നന്നായി മുന്നോട്ട് പോവുകയാണ്. ആ മുന്നോട്ട് പോകലിന്റെ ഒരു നല്ല അടയാളപ്പെടുത്തലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ സ്കൂളിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, ചിലപ്പോൾ ഒരു പക്ഷേ മാനേജ്മെന്റ്, അതിന്റെ HM, ബന്ധപ്പെട്ട ആളുകളെല്ലാം സഹായിച്ചിട്ടുണ്ടാവും. പെരിങ്ങോട്ടുകര പോലീസ് ഔട്ട് പോസ്റ്റിലെ 1 ഏക്കറോളം വരുന്ന കാട് പിടിച്ചു കിടക്കുന്ന ഭൂമി വെട്ടിവെളുപ്പിച്ച് ചപ്പുചവറുകൾ നീക്കം ചെയ്ത് പാഴ്പുല്ലുകൾ അരിഞ്ഞു തള്ളി പാഴ്ചെടികളും പാഴ്വൃക്ഷങ്ങളും മുറിച്ചുമാറ്റി ഇവിടം കൃഷിയോഗ്യമാക്കാൻ ഒരുങ്ങുകയാണ് താന്യം പഞ്ചായത്തിലെ 13-ാം വാർഡിലെ ശോഭന സദാശിവന്റെ നേതൃത്വത്തിൽ 26 തൊഴിലുറപ്പ് തൊഴിലാളികൾ. 317 കൂലി ഉപയോഗിച്ച് ഇവിടം പച്ചക്കറി കൃഷി ചെയ്യാൻ പറ്റാവുന്ന വിധത്തിൽ മാറ്റിത്തീർക്കും. താന്യം പഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് 13-ാം വാർഡ്. ഞങ്ങളുടെ വാർഡിലുള്ള ഔട്ട് പോസ്റ്റ്, 3 കൂടിയ സെൻറ്ററിലുള്ള ഔട്ട് പോസ്റ്റിൻ്റെ കാട് പിടിച്ചെടുക്കുന്ന സ്ഥലം വൃത്തിയാക്കി തടെടുത്ത് കൊടുക്കുന്നു. ഞങ്ങളിപ്പോൾ ഭയങ്കര കൊടും കാടായിരുന്നു. ഇതിൽ പാമ്പുകളും വെട്ടിവെളുപ്പിച്ച് എല്ലാ കാടുകളും വെട്ടിവെളുപ്പിച്ച് തടട്ട് ഞങ്ങൾ വൃത്തിയാക്കി കൊടുക്കുന്നു ചെയ്യുന്നത്. വർഷങ്ങളായി കാട് മൂടിക്കിടക്കുന്ന പോലീസ് എയ്ഡ് പോസ്റ്റിന്റെ ഈ ഭൂമി പാമ്പ് ഉൾപ്പെടെയുള്ള ഇഴജീവികളുടെ ഇഷ്ടസങ്കേതമായിരുന്നു. തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ വിഷപ്പാമ്പുകളെയും മറ്റു ജീവികളെയും കണ്ടതായി തൊഴിലാളികൾ പറഞ്ഞു. ഇത്രയും അപകടകരമായ സാഹചര്യത്തിൽ ജോലി ചെയ്ത് വൃത്തിയാക്കിയെടുക്കുന്ന സ്ഥലം വീണ്ടും കാട് കയറാതെ സംരക്ഷിച്ച് കൃഷിഭവനുമായി സഹകരിച്ച് ഇനി ഇവിടം കൃഷിയിടമാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് വാർഡ് അംഗം ജിഷ്ണു പ്രേമൻ. തൊഴിലാളികൾ ഒരു ഭാഗത്തു നിന്ന് കാടുകൾ വെട്ടിവെളുപ്പിക്കാൻ ഒരുങ്ങിയപ്പോഴാണ് വർഷങ്ങൾ പഴക്കമുള്ള കേസിൽപ്പെട്ട പല വാഹനങ്ങളും തെളിഞ്ഞു കണ്ടത്. വെട്ടേണ്ടതെല്ലാം വെട്ടിമാറ്റിയ ശേഷം കിളച്ച് വരംവിട്ട് പറമ്പിനെ തട്ടുകളായി തിരിച്ച് പച്ചക്കറിക്ക് ആവശ്യമായ രീതിയിൽ ഈ ഭൂമിയെ തയ്യാറാക്കി മാറ്റും. നാട്ടിക 9-ാം വാർഡ് LDF സ്ഥാനാർത്ഥി ശ്രീകുമാറിന്റെ പ്രചരണാർത്ഥം തൃപ്രയാറിൽ സാംസ്കാരിക സായാഹ്നം നടത്തി. സിനിമാ സംവിധായകൻ PT കുഞ്ഞു മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. നിരവധി കഥകൾ, എത്രയോ കഥകൾ ഉണ്ടായിരുന്നു. അതൊന്നും തന്നെ ആളുകൾ കാര്യമാക്കിയില്ല. അതൊക്കെ മാറ്റിയെടുത്തുകൊണ്ട് അവർ എന്നെ തിരഞ്ഞെടുക്കേണ്ടത്. പിന്നെ ആ മണ്ഡലം ഇടതുപക്ഷത്തിൻ്റെ മാത്രം മണ്ഡലമായി മാറുന്ന കാഴ്ചയാണ്. അപ്പോൾ ഇത് ഒരു ഇത്തരത്തിലുള്ള ആളുകൾ വരുമ്പോൾ ഭയാശങ്കകളോടുകൂടി പ്രചരണങ്ങൾ ആൾ വിശ്വസിക്കും. ഇയാളിവിടെ ഉണ്ടാവില്ല, ഇയാളവിടെ പോകും, ഇയാൾ ചെയ്യും, ഒരുപാട് കഥകൾ. അപ്പോൾ അതൊന്നും ശ്രീകുമാറും, എൻ്റെ അഭിപ്രായത്തിൽ ശ്രീകുമാറിനെ പോലുള്ള സാംസ്കാരിക പ്രവർത്തകൻ തീർച്ചയായിട്ടും കൂടുതൽ ശക്തനായ രാഷ്ട്രീയക്കാരനായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയം ആർക്കും വേണ്ട. ഇവിടെയുള്ള ഏത് രാഷ്ട്രീയ പ്രവർത്തകനേക്കാൾ കൂടുതൽ ശക്തനായിട്ടുള്ള ഒരാളായിരിക്കും ശ്രീകുമാർ എന്ന കാര്യത്തിൽ ഒരു സംശയം. നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റിയത് പ്രധാനമായിട്ടും നിരവധി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്, ഉപരിഷ്കരണമുണ്ട്. പക്ഷേ പ്രധാനമായിട്ടും ഈ കോസ്റ്റൽ ബെൽറ്റിലാണ് ഏറ്റവും വലിയ മാറ്റങ്ങൾക്ക് വിധേയമാണ്. കാരണം കേരളം കണ്ടതിൽ ഏറ്റവും വലിയ മാറ്റം
ഉണ്ടാകുന്നത് 70കളോടുകൂടിയാണ്. ഇതിനോടുകൂടിയാണ് ഇവിടെ നിന്ന് ആളുകൾ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ലോഞ്ച് വഴി പോകുന്നത്. ഇവിടെ ലോഞ്ച് കൊണ്ടുപോയത് വേലായുധൻ എന്ന് പറയുന്ന ഒരാളാണ്. വേലായുധനെ കുറിച്ച് തിരക്കഥ എഴുതിയിട്ട് സിനിമയാക്കാൻ വേണ്ടി കാത്തിരിക്കുക. PS ഇക്ബാൽ അധ്യക്ഷനായി. അശോകൻ ചെരുവിൽ, സി രാവുണ്ണി, N രാജൻ, T നരേന്ദ്രൻ, ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, VD പ്രേംപ്രസാദ്, അരവിന്ദൻ പണിക്കശ്ശേരി, KK തുളസി ടീച്ചർ, ഡോക്ടർ KR ഭീന, കല ടീച്ചർ, AK തിലകൻ എന്നിവർ സംസാരിച്ചു. ഏങ്ങണ്ടിയൂർ കാർത്തികേയന്റെ നേതൃത്വത്തിൽ VKS ഗായക സംഘം വിവിധ പരിപാടികളും അവതരിപ്പിച്ചു. അഖില ഭാരത അയ്യപ്പ സേവാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ വെള്ളി ശനി ദിവസങ്ങളിൽ വാടാനപ്പള്ളി ഭഗവതി ക്ഷേത്ര മൈതാനത്ത് ദേശവിളക്ക് സംഘടിപ്പിക്കും. 7 രാവിലെ 11 മുതൽ പ്രസാദവൂട്ട്, ചിന്തുപാട്ട് എന്നിവ നടക്കും. വൈകുന്നേരം 6 ഗണേശമംഗലം മഞ്ഞിപ്പറമ്പിൽ മേപ്രങ്ങാട്ട് ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് പുറപ്പെടും. ശാസ്താംപാട്ട്, ഭജന എന്നിവയുണ്ടാകും. ദേശവിളക്ക് മഹോത്സവത്തിന്റെ കലവറ നിറയ്ക്കൽ ചടങ്ങ് നടത്തി. അന്നദാന പ്രഭുവായ അയ്യപ്പസ്വാമിയുടെ പ്രധാന വഴിപാടായ അന്നദാനത്തിലേക്ക് വേണ്ട സാധന സാമഗ്രികൾ ഭക്തർ സമർപ്പിച്ചു. ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ IS ശിവജി, പ്രകാശ് കടവിൽ, KA രാഹുൽ, ദിലീപ് കുമാർ, നാരായണ ബാബു, സുനിൽ വാടാനപ്പള്ളി, വിലാസിനി ശേഖരൻ, CD ബാലാജി, TD പവിത്രൻ എന്നിവർ പങ്കെടുത്തു. കയ്പമംഗലം കമ്പനിക്കടവിൽ സ്വകാര്യ വ്യക്തി കടൽ ഭിത്തി പൊളിച്ചുമാറ്റിയെന്നാരോപിച്ച് BJP പ്രതിഷേധ ധർണ നടത്തി. ജില്ലാ കമ്മിറ്റി അംഗം KP ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് രാജേഷ് കോവിൽ അധ്യക്ഷനായി. വാർഡ് മെമ്പർ സിബിൻ അമ്പാടി, സുരേഷ് പള്ളത്ത്, KG ദിലീപ്, മനോജ്, സുമേഷ് വളവത്ത്, ബാബു പോണത്ത് തുടങ്ങിയവർ സംസാരിച്ചു. മണലൂർ ബ്രഹ്മകുളത്ത് തെക്കത്ത് കുടുംബ സംഘടനയുടെ വാർഷികത്തോടനുബന്ധിച്ച് നിർധനരായ ഡയാലിസിസ് രോഗികളെ സഹായിക്കുന്നതിന് ചാരിറ്റി ഫണ്ട് സ്വരൂപിച്ചു. തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ഡയറക്ടർ ഫാദർ റെന്നി മുണ്ടൻ കുര്യന് തുക കൈമാറി. ചടങ്ങിൽ ചാരിറ്റി ഫണ്ട് കൺവീനർ BJ ജോഷി, സംഘടനാ പ്രസിഡന്റ് BF ജോയ്, കമ്മിറ്റി അംഗങ്ങളായ BM ആന്റോ, BM ജോൺ, BV ഇഗ്നേഷ്യസ്, ജോജു വർക്കി എന്നിവർ പങ്കെടുത്തു. ഇടവേള. അശോക ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് തളിക്കുളം, വെജിറ്റേറിയൻ ആൻഡ് നോൺ വെജിറ്റേറിയൻ റെസ്റ്റോറന്റ്. 5-സ്റ്റാർ ഫെസിലിറ്റിയോട് കൂടിയ സിംഗിൾ, ഡബിൾ ആൻഡ് സ്യൂട്ട് റൂംസ്. വിവാഹം, ജന്മദിനം തുടങ്ങി ആഘോഷങ്ങൾ ഏതുമാകട്ടെ, ആധുനിക ശബ്ദ വെളിച്ച സംവിധാനത്തോടു കൂടിയുള്ള മനോഹരമായ ഓഡിറ്റോറിയം 9ാമത്തെ നിലയിൽ ഒരുക്കിയിരിക്കുന്നു. പടിഞ്ഞാറ് അറബിക്കടലിന്റെയും കിഴക്ക് കനോലി കനാലിന്റെയും ഇടയിലായി പ്രകൃതി രമണീയമായ അന്തരീക്ഷത്തിന്റെ വശ്യ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ആഘോഷവേളകൾ മനോഹരമാക്കാം. മിനി കോൺഫറൻസ് ഹാൾ, അതിവിശാലമായ പാർക്കിംഗ് സൗകര്യം. അശോക ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് തളിക്കുളം. അറിഞ്ഞില്ലേ? ലാൽ ജ്വല്ലറി കാഞ്ഞാണിയിൽ BIS HUID ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾക്ക് നിർമ്മാണ വില മാത്രം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മനോഹര ശേഖരം. ആന്റിക്, നഗാസ്, സിംഗപ്പൂർ, രാജ്കോട്ട് ആഭരണങ്ങളുടെ വെറൈറ്റി മോഡലുകൾ. പഴയ സ്വർണത്തിന് ഏറ്റവും കൂടിയ വില. പണയത്തിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കുവാൻ സഹായിക്കുന്നു. വേദനയില്ലാതെ കാതുകുത്തുന്നു. 26ാം വർഷത്തിലേക്ക് വിജയകരമായി എത്തിച്ച എല്ലാവർക്കും നന്ദി. ലാൽ ജ്വല്ലറി, ഗോൾഡ്, സിൽവർ ആൻഡ് ഡയമണ്ട്. ഫോൺ 26336114. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ,
ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. പിണക്കം എന്താന്ന് എനിക്ക് മനസ്സിലായി. ഹാപ്പി ആനിവേഴ്സറി. അപ്പൊ മറന്നിട്ടില്ലേ? പിന്നല്ല. ഇത് മാത്രം പോരാ, വേറെ ഗിഫ്റ്റ് കൂടി വേണം. അയ്യോ, സൂക്ഷിച്ച് നോക്കി കഴിക്ക്. മൂക്കുത്തിയോ? കൊള്ളാലോ. നീ സാരി ഉടുക്കുമ്പോ തിട്ടാ സെറ്റാ. അപ്പൊ ചുരിദാർ ഇടുമ്പോഴോ? അതിനല്ലേ ഇത്. എന്നാ പിന്നെ ഡെയിലി മാറ്റി മാറ്റിയിടാൻ 5-6 മേടിച്ചൂടായിരുന്നോ? അതിനല്ലേ ഇത്. പിന്നെ നിങ്ങൾക്ക് എന്താ വല്ല ലോട്ടറി മേടിച്ചോ? നമ്മുടെ ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിൽ ഇപ്പൊ മൂക്കുത്തി ഫെസ്റ്റ് നടക്കുക. അവിടെ നല്ല കിടിലം മൂക്കുത്തി കളക്ഷൻസ് വന്നിട്ടുണ്ട്. പിന്നെ ആന്റിക് ചെട്ടിനാട് ആഭരണങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട്. കല്യാണ പാർട്ടികൾക്ക് 10% അഡ്വാൻസ് നൽകിക്കൊണ്ട് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സ്കീമും ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഈ വരുന്ന നവംബർ 15 മുതൽ ഡിസംബർ 5 വരെ ഈറൻ ബൊനാൻസ ആയതുകൊണ്ട് മൂക്കുത്തി വാങ്ങിച്ചാൽ വേദന ഇല്ലാതെ കുത്തിത്തരും, അതും ഫ്രീ ആയിട്ട്. എന്നാ നീ ഒരെണ്ണം കുത്ത്, നമുക്ക് മറ്റേ കപ്പിൾ ടാറ്റോ കടിക്കുന്ന പോലെ കപ്പിൾ മൂക്കുത്തിട്ട് ഉണ്ടാക്കാം. ശരി അമ്മ. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്. വർഷാവസാന ഷോപ്പിംഗ് ആഘോഷമാക്കാം ഇഷാരയ്ക്കൊപ്പം. വീണ്ടും വാർത്തകളിലേക്ക്. 3 മാസമായി വേതനവും ഇൻസെന്റീവും കിട്ടാത്തതിൽ പ്രതിഷേധിച്ച് ആശാവർക്കർമാരുടെ സ്വതന്ത്ര കൂട്ടായ്മ ജില്ലാ മെഡിക്കൽ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സുരാജ് റൗണ്ടിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ നിരവധി ആശാവർക്കർമാർ പങ്കെടുത്തു. തുടർന്ന് DMO ഓഫീസിന് മുമ്പിൽ നടന്ന ധർണയിൽ ആശാവർക്കർമാരായ KL സുഭില, സിന്ധു, രാധിക തുടങ്ങിയവർ സംസാരിച്ചു. ധർണയെ തുടർന്ന് ആശാവർക്കർമാർ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് സങ്കട ഹർജി സമർപ്പിച്ചു. തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കരുത് എന്ന മുദ്രാവാക്യവുമായി NREG വർക്കേഴ്സ് യൂണിയൻ നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി സമരം നടത്തി. തൃപ്രയാർ പോളി ജംഗ്ഷനിൽ നടന്ന സമരം നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. NREG വർക്കേഴ്സ് യൂണിയൻ നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത ഉണ്ണികൃഷ്ണൻ അധ്യക്ഷയായി. ജില്ലാ കമ്മിറ്റി അംഗം TV ശ്രീജിത്ത്, അബ്ദുൽ ജബ്ബാർ, CPM ലോക്കൽ സെക്രട്ടറി KB ഹംസ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK സന്തോഷ്, 4ാം വാർഡ് അംഗം നിഖിത P രാധാകൃഷ്ണൻ, വിമല സോമൻ എന്നിവർ സംസാരിച്ചു. അല്ലേ, കേരളത്തിലാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല രീതിയിൽ NREGയുടെ പണി നടക്കുന്നത്, തൊഴിലുറപ്പ് പണി നടക്കുന്നത്. കേരളത്തിൽ ഏതാണ്ട് 22 ലക്ഷം പേര് ഈ മേഖലയിൽ പണിയെടുക്കുന്നുണ്ട്. അത് ഏതാണ്ട് ഇനി 10 ലക്ഷത്തിന് താഴെയാവാൻ പോവുക. 1-ാം തീയതി മുതൽ ഈ കരിനിയമം അടിച്ചേൽപ്പിച്ചാൽ ഏതാണ്ട് 10 ലക്ഷത്തിന് താഴെ 12 ലക്ഷം ആളുകൾ തൊഴിലെടുക്കുന്നവർ ഈ പണിക്ക് പുറത്താകും എന്നുള്ള ഒരു ദുരന്തം കൂടി നിങ്ങളുടെ മുന്നിലുണ്ട്. അതിന് നമ്മൾ ഉള്ള ശക്തി വെച്ചിട്ട്, ഉള്ള കരുത്ത് വെച്ചിട്ട് ഈ കരിനിയമങ്ങൾക്കെതിരെ പ്രതികരിക്കണം, പ്രതിരോധിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് UAE തൃശൂർ ക്രിക്കറ്റേഴ്സ് കൂട്ടായ്മ ഷാർജ സ്കൈലൻഡ് സർവകലാശാല ഗ്രൗണ്ടിൽ വെച്ച് സംഘടിപ്പിച്ച തൃശൂർ സൂപ്പർ ലീഗിൽ സബിൻ സത്യൻ നേതൃത്വം നൽകിയ വോൾക്കാൻ ഇരിങ്ങാലക്കുട ചാമ്പ്യന്മാരായി. റിബൽസ് അരിയന്നൂർ റണ്ണേഴ്സപ്പായി. റിബൽസ് അരിയന്നൂരിന്റെ രാജേഷ് മികച്ച ബൌളറായി തിരഞ്ഞെടുക്കപ്പെട്ടു. MBC ചേറ്റുവ ഫെയർ പ്ലേ അവാർഡ് നേടി. TSL കമ്മിറ്റി അംഗം ബക്കർ തളിയും മൈഗ്രേഷൻ ലിങ്ക് ആൻഡ് അവിൽ ബാർ ഉടമ സുഹൈലും ഷംസിയും ചേർന്ന് വിജയികൾക്കുള്ള സമ്മാനങ്ങൾ കൈമാറി. ഇസ്മയിൽ വെന്മനാട്, രൂപേഷ് രവി, ഷാഹുൽ ഹമീദ് കാക്കശ്ശേരി, ബക്കർ തളി, സുഹൈൽ, ജിയാസ്, മണികണ്ഠൻ, സലീം, രാകേഷ് എന്നിവർ നേതൃത്വം നൽകി. തൃശൂർ ജില്ലാ CBSE സ്കൂൾ സെൻട്രൽ സഹോദയ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിഭാഗത്തിൽ ചിന്ത്രാപ്പനി SN വിദ്യാഭവനിൽ വെച്ച് നടത്തിയ വോളിബോൾ ടൂർണമെന്റിൽ ഇരുവിഭാഗത്തിലും ഹോളി ഗ്രേസ് സ്കൂൾ മാളയെ പരാജയപ്പെടുത്തി SN വിദ്യാഭവൻ കിരീടം ചൂടി. രാവിലെ നടന്ന ഉദ്ഘാടന സമ്മേളനം മുൻ KSCB വോളിബോൾ താരം
പ്രജോസ് ഉദ്ഘാടനം ചെയ്തു. SNE&C ട്രസ്റ്റ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ യാമിനി ദിലീപ്, തൃശൂർ സെൻട്രൽ സഹോദയ ജനറൽ സെക്രട്ടറി ജോസഫ് ആലുങ്കൽ, SNE&C ട്രസ്റ്റ് സെക്രട്ടറി പ്രദീപ് MS, സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ സുദീപ് കുമാർ, പ്രധാനാധ്യാപികമാരായ സന്ധ്യ, പ്രജ്യോത്, മിനി, LP എന്നിവർ പങ്കെടുത്തു. വൈകിട്ട് നടന്ന സമാപന സമ്മേളനത്തിൽ SNE&C ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി MS പ്രദീപ് കുമാർ, പ്രിൻസിപ്പൽ യാമിനി ദിലീപ് എന്നിവർ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. അധ്യാപകരായ ഉണ്ണികൃഷ്ണൻ, ദീപ, ബിജു, ഹാബേൽ, നാസർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. സാധാരണ സ്കൂളുകളിലൊക്കെ പഠിച്ചിട്ടാണ് KCBയിൽ ഒരു ഉന്നത സ്ഥാനത്തെത്തിയത്. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഈ തീരദേശത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. നാട്ടിക, മണപ്പുറം എന്ന് പറയാം, ഇടങ്ങല്ലൂർ മുതൽ ചേറ്റൂർ വരെയുള്ള പ്രദേശങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കായിക വിനോദമായിരുന്നു വോളിബോൾ. ഞാനൊരു 4ലോ 5ലോ പഠിക്കുന്ന കാലത്ത് എൻ്റെ അച്ഛൻ വളരെയധികം വോളിബോൾ സ്നേഹിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ അന്നൊക്കെ ഈ നാട്ടിൽ ഇഷ്ടംപോലെ അഖിലേന്ത്യാ ഓൾ കേരള ടൂർണമെൻറ്റുകളൊക്കെ നടന്നിരുന്നു. കൊടുങ്ങല്ലൂർ, മതിലകം, കളിക്കുളം എന്ന സ്ഥലങ്ങളിലൊക്കെ. അപ്പോൾ 4ലോ 5ലൊക്കെ പഠിക്കുമ്പോൾ ആ കളി കാണാൻ എൻ്റെ അച്ഛൻ എന്നെ കൊണ്ടുപോകുമായിരുന്നു. അന്ന് ഗാലറിയിലിരുന്ന്, അന്ന് പുറത്തിരുന്നിട്ട് ആ കളിക്കാരെ കണ്ട് ആസ്വദിച്ചതാണ് എനിക്കൊരു പാഷൻ ഉണ്ടായത് വോളിബോളിനോട്. ഒരു കാലത്ത് ഗാലറിയിൽ ഇരുന്ന് കളി കണ്ട എനിക്ക് അതേമാതിരി ഗ്രൗണ്ടിൽ ഇരുന്ന് കളിക്കണം എന്നൊരു ആഗ്രഹം തോന്നി. പക്ഷെ ഇന്നത്തെ രക്ഷിതാക്കന്മാരെ ആയിരുന്നില്ല അന്നത്തെ രക്ഷിതാക്കന്മാർ. പഠിക്കുന്ന പറഞ്ഞ് നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞങ്ങളിപ്പോൾ വളർന്നത്. കയ്പമംഗലം ബീച്ച് കമ്മ്യൂണിറ്റി സെന്റർ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം തൃശൂർ ജില്ലാ ചെസ് അസോസിയേഷനുമായി ചേർന്ന് ചെസ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നു. ഡിസംബർ 7 ശനിയാഴ്ച രാവിലെ 9:30 മുതൽ വൈകിട്ട് 5 വരെ കയ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് മത്സരം സംഘടിപ്പിച്ചിട്ടുള്ളത്. ജില്ലാതല ഫെഡറേറ്റിംഗ് ആയിട്ടുള്ള അംഗീകൃത ചെസ് മത്സരമാണിത്. 100ഓളം പേർ മത്സരത്തിൽ പങ്കെടുക്കും. ശനിയാഴ്ച രാവിലെ 9:30 ET ടൈസൺ MLA മത്സരം ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് നടക്കുന്ന ചടങ്ങിൽ സിനിമ, സീരിയൽ താരങ്ങളായ ഷൈജൻ ശ്രീവത്സം, അമ്പിളി ഔസേപ്പ് എന്നിവർ സമ്മാനദാനം നിർവഹിക്കും. ചെസ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി പീറ്റർ ജോസഫ്, ലൈബ്രറി പ്രസിഡന്റ് സജീവൻ പല്ലായിൽ, സെക്രട്ടറി KV വത്സകുമാർ, അംഗങ്ങളായ KK സജീവൻ, KB സഹജാത്മൻ, KK സന്തോഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്ത് സംഗീതാചാര്യൻ ദക്ഷിണാമൂർത്തി സ്വാമികളുടെ നാമത്തിൽ നടക്കുന്ന സംഗീത നൃത്തോത്സവത്തിൽ കലാമണ്ഡലം വിജിത MP-യുടെ നങ്ങ്യാരമ്മ കൂത്ത് നടന്നു. ശ്രീകൃഷ്ണ ചരിത്രത്തിലെ ഒരേടായ പൂതന മോക്ഷമായിരുന്നു രംഗത്ത് അവതരിപ്പിച്ചത്. 6ാം ദിവസമായ വ്യാഴാഴ്ച മണ്ഡപത്തിൽ നടന്ന സംഗീതാർച്ചനയിൽ പ്രയാഗ ബൈജു, അദ്വൈത് ബൈജു, പെരുമ്പാവൂർ അമല K തമ്പി, RLV ഗിരിജ അയ്യർ, മാസ്റ്റർ അനശ്വർ വിനോദ് എന്നിവരുടെ സംഗീത കച്ചേരികളും കുമാരി കലാപീഠം ആർദ്ര ജയന്റെ ഭരതനാട്യവും തോളൂർ വൈഷ്ണവും അവതരിപ്പിച്ച തിരുവാതിരക്കളിയും ഉണ്ടായിരുന്നു. Swami
RLV രാമകൃഷ്ണന്റെ മോഹിനിയാട്ട കച്ചേരിയും RLV സുന്ദരന്റെ ഭരതനാട്യ കച്ചേരിയും അരങ്ങേറി. ചേർത്തല രാജീവ് രമേശൻ വയലിനിലും കോട്ടയം മനോജ് കുമാർ മൃദംഗത്തിലും ഇരിങ്ങാലക്കുട മുരളീധരൻ മുഖർ ശംഖിലും പക്കം വായിച്ചു. മണലൂർ സെന്റ് തെരേസാസ് UP സ്കൂളിൽ ലോക മണ്ണ് ദിനത്തോടനുബന്ധിച്ച് വിവിധ തരം മണ്ണുകളുടെ പ്രദർശനം ഒരുക്കി. പ്രധാനാധ്യാപിക സിസ്റ്റർ വിന്നി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് മണ്ണിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും വിവിധ മണ്ണിനങ്ങളുടെ സവിശേഷതകളെക്കുറിച്ചും പ്രഭാഷണവും നടത്തി. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് തൃപ്രയാർ NESൽ വെച്ച് 5ാം ക്ലാസ് മുതൽ കോളേജ് തലം വരെയുള്ള വിദ്യാർത്ഥികൾക്കായി ചിത്രരചന മത്സരം നടത്തുന്നു. പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾ ഡിസംബർ 6 മുൻപായി 9745782120 എന്ന നമ്പറിലോ കോളേജ് ഓഫീസിലോ ബന്ധപ്പെടേണ്ടതാണെന്ന് പ്രിൻസിപ്പാൾ അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കനത്ത മഴയിൽ മണലൂർ സൗത്ത് മണലൂർ പാടശേഖരത്തിലെ പെരുമ്പുഴ തെക്ക് വശത്തുള്ള 10 ഏക്കറോളം കൃഷി നശിച്ചു. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉപയോഗിച്ച് വിദ്യാലയത്തിൽ അക്വാപോണിക് സിസ്റ്റത്തിന് രൂപം നൽകി വിദ്യാർത്ഥികൾ. കാട് പിടിച്ചു കിടക്കുന്ന പെരിങ്ങോട്ടുകര പോലീസ് ഔട്ട്പോസ്റ്റിലെ ഭൂമി കൃഷിക്കൊരുക്കി തൊഴിലുറപ്പ് തൊഴിലാളികൾ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.